ഹായ് ഗെയ്സ്, ഗുഡ് ഈവനിങ്. ഞാനിന്നിവിടെ ഒരു മാസ്കിനെ കുറിച്ച് അവതരിപ്പിക്കാനാണ് പോകുന്നത്. എൻ്റെ മാസ്ക് ഇതാണ്. ഇത് ഞാനൊരു ഒബ്രോ മാളിൽ പോയപ്പോൾ വാങ്ങി വെച്ചതാണ്. ഇതാണ് ഗോൾഡൻ മാസ്ക്. അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നിക്കേഡ സ്കിൻ സീക്രട്ട് ഗോൾഡൻ ടു യൂത്ത്, അതായത് യൗവനം തരുന്നതാണ്. എനിക്കിപ്പോൾ യൗവനം കുറവൊന്നുമല്ല, യൗവനം തരുന്നതാണ്. അത് സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരുന്നതാണ്. അപ്പോൾ ഇന്ന് ലൈവൊക്കെ ഇടാൻ പ്ലാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ഇട്ട് നമ്മൾ പൊട്ടിച്ചു, കണ്ടല്ലോ, പൊട്ടിച്ചു നോക്കട്ടെ. ഇത് ഒറ്റത്തവണ യൂസ് അല്ല, ഇതിൽ നല്ല ലിക്വിഡുമായിട്ടുണ്ട്. ഒറ്റത്തവണ നല്ല കണ്ട ഓയിൽ കണ്ട, ഇതാണ് സാധനം. ഇതിനകത്ത് എന്തൊരു ലിക്വിഡുമാണ്, നല്ല രീതിയിലുണ്ട്. ഒരുപാട് അപ്പോൾ കുറച്ച് മതി. ഒന്നാമത് ചൂടാണ് അവസ്ഥ. കുറച്ച് പിഴിഞ്ഞിട്ടെടുക്കാതെ ഈ ടിഷ്യൂ. നല്ല ഓയിലല്ല, ഇതിൽ അടങ്ങിയിരിക്കുന്ന മരുന്ന് ഒരുപാട് ഇതിലുണ്ട്. എനിക്കിപ്പോൾ ഒരുപാട് വേണ്ട, ഇതിനെ പിഴിഞ്ഞെടുത്തിട്ടാണ് എടുക്കുന്നത്. എനിക്ക് ആവറേജ് മതി. നമുക്കിപ്പോൾ പ്രായമൊന്നും ആയിട്ടൊന്നും ഇല്ല അത്ര. ഇപ്പം നമ്മൾ ഇതിനെ നിവർത്തിയെടുക്കണം. ഇവർ 4ആയിട്ട് മടക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. ഇപ്പം നമുക്ക് ഒരു പ്രാവശ്യമൊന്നുമല്ല. മുമ്പ് ഇതുപോലെ ഒരു ആട്ടിൻപാലിൻ്റെ മാസ്ക് ഞാൻ കാണിച്ചിരുന്നു. അത് നല്ല റിസൾട്ടായിരുന്നു. അത് ഞങ്ങൾ 2 പേര് യൂസ് ചെയ്തതിന് ശേഷമാണ് കളഞ്ഞത്. അപ്പോൾ ഇതാണ് ഈ മാസ്ക്, കണ്ടല്ലോ. അപ്പം ഞാൻ ഇടാൻ പോവുകയാണ്. ഇങ്ങനെയാണ് ചുണ്ട്, മൂക്ക്, ഇതെല്ലാമാണ്. ഓക്കെ, ഈ മാസ്ക് ഇടുകയാണ്. ഇപ്പോൾ ഏതോ വലിയ ഫിഗറിന് കണക്കാക്കിയാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഫിഗറിന് അനുസരിച്ചില്ല, കമ്പനിയുടെ ഇഷ്ടത്തിനാണ് ഈ ഫിഗർ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, വേണമെങ്കിൽ ഇവിടെ കുറച്ച് ആ ലിക്വിഡ് കുറച്ച് തേക്കാം. ശരിയല്ല കേട്ടോ, ഇതുവരെ വരാനുള്ളതാണ്. ഓക്കെ, ഒരു 15 മിനിറ്റ്. ഈ മൂക്ക് ഇതുവരെയൊക്കെ ഉണ്ട്. എല്ലാവരുടെ മൂക്ക് ഇതുവരെയാണോ? ഈ മാസ്ക് ഫിഗർ ഒരുവിധം ഓക്കെ എന്ന് പറയാം. പക്ഷെ ഇന്നാൾ വാങ്ങിച്ചാൽ മാസ്ക് ഇത്തിരി കൂടെയൊക്കെ വലുതായിരുന്നു. ഇതിപ്പോൾ ഇതാ അവിടെ ഇവിടെ എത്തുന്നില്ല. ആ രീതിയിലാണ് ഈ കമ്പനി ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ട, ചെറിയ പിള്ളേർക്ക് ബെറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ലിക്വിഡ് ഉണ്ട്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഞാൻ പിഴിഞ്ഞ് വെച്ചേക്കണതാണ് ആ ലിക്വിഡ്. അത് വേണമെങ്കിൽ കുറച്ച് കയ്യിൽ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് നമുക്കിത് മാറ്റി വെച്ചേക്കാം. ഇതാണല്ലോ അതിൻ്റെ ക്രീമല്ല, ഓയിൽ. ഇത് നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം. ഇവിടെ ഗ്ലോ കിട്ടാൻ ഇതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ദേഹത്തൊക്കെ ഇങ്ങനെ ആവും. അപ്പം അത് കാരണമാണ്. നമ്മൾ ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരാഴ്ചയിലൊരിക്കൽ, പൈസ ഉള്ളതുപോലെ കേട്ടോ. മാസത്തിലൊരിക്കൽ ഇത് ഒരു പീസ് എനിക്ക് 100 രൂപയ്ക്ക് കിട്ടിയതാണ്. ഓക്കെ, സ്കിന്നൊരു ഗ്ലോ കിട്ടാറുണ്ട്. ഞാൻ മാക്സിമം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഇല്ലാത്തടത്തൊക്കെ കൂടെയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു 15 മിനിറ്റ് നോക്കുക. ചെറിയൊരു ചൂടല്ലേ, ചെറിയൊരു ആന്തലുണ്ട്. ഗോൾഡൻ ഫിഷിൽ നല്ല ഗോൾഡ് കളറിൽ തിളങ്ങും. ഓക്കെ, അപ്പം നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് കഴുകി കാണിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ലൈവിൽ വരുന്ന പോസ്റ്റീവ്സ്. ഇതൊരു സിൽക്ക് മോണ ടോപ്പാണ്. ഏകദേശം എൻ്റെ അറിവിൽ 5 വർഷമായി ഈ സാധനം എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടായി.
നല്ല നല്ല രസമാണ്, കാരണം നല്ല ബനിയൻ ക്ലോത്താണ്. നല്ല രീതിയിൽ കണ്ടോ, എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിത് ചെന്നൈ 60 വാങ്ങിയതാണ്. നല്ല ബനിയൻ ക്ലോത്താണ്. ഓക്കെ, മാസ്ക് ഓക്കെ എല്ലായിടും അപ്ലൈ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് കുറച്ച് താഴോട്ട് ഇറക്കാം. എനിക്കിപ്പോൾ ഇത്തിരി നെറ്റി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ നിന്ന് നെറ്റി വരുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ഇവിടെ വരെ വരും. ഓക്കെ, ഞാൻ എൻ്റെ ഫേസിന് പറ്റിയ രീതിയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഗെയ്സ്, ഞാനത് ആ മോം വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി തുടച്ചിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. ചേഞ്ച് ഉണ്ട് കേട്ടോ, നല്ല ആട്ടുംപാൽ ചെയ്തതിൻ്റെ അത്ര ചേഞ്ച് ഇല്ല, എന്നാൽ ഒരു ഗ്ലോ ഒക്കെ ഉണ്ടെന്നാൽ ചെറിയ തോതിൽ ഒരു ഗ്ലോ. അതായത് ഞാനിപ്പം ലിക്വിഡ് കുറച്ചാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഇതൊക്കെ തോന്നുന്നില്ലേ, നല്ല ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ, നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫിഗർ. ഓക്കെ, ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല, ഇത് മാത്രം ഇട്ടിട്ടുള്ളൂ, വാഷ് ചെയ്തു. അപ്പം ഞാൻ ലൈവ് ഇടാൻ പോവുകയാണ്. ഇതോടുകൂടെയാണ് ലൈവ് ഇടാൻ പോകുന്നത്. ഓക്കെ, ചുണ്ടിലെ ലിപ്സ്റ്റിക്ക് പോലും ഞാൻ ഇടുന്നില്ല. എൻ്റെ ഗേൾസുകളെല്ലാം എന്നെ മേക്കപ്പ് ഇട്ടൊക്കെ കാണുന്നതാണല്ലോ. ഉള്ളി ഒരു പച്ചയ സ്ത്രീയായിട്ട് കാണണം. ഓക്കെ, കൊടുത്തോളേ. ഇത് ഉണങ്ങുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഫിഗർ കറക്റ്റായിട്ട് തെളിഞ്ഞു വരുന്നത്. ഇപ്പം ഇങ്ങനെ വൈറ്റ്നെസ് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വരുന്നു കണ്ടോ. ഈ ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ട് വരുന്നത്. കഴുകിയോടെ നമുക്കറിയാൻ പറ്റില്ല, ശരിയല്ലേ? ഞാൻ കണ്ട അത് വാങ്ങിച്ച് ഉപയോഗിക്കുക, ബോയ്സും ഗേൾസും ഒക്കെ. ഓക്കെ, നല്ലതാണ്. ഓക്കെ, ഞാൻ സ്ഥിരം ഉപയോഗിക്കാറൊന്നുമില്ല, കാണുമ്പോൾ മാത്രം വാങ്ങിച്ച് ഉപയോഗിക്കും, അത്രയേ ഉള്ളൂ. ഫേഷ്യലും ബ്ലീച്ചൊന്നും അതിന് യൂസ് ചെയ്യുന്നില്ല, കാരണം ഈ ചൂടത്തൊന്നും കൊള്ളത്തില്ല. ഇത് വലിയ കുഴപ്പമില്ലാത്തതായിട്ട് തോന്നി, ഇതിൻ്റെ ലിക്വിഡ് വരെ വലിയ കുഴപ്പമില്ല. ഓക്കെ.